അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ സ്നേഹക്കൂട്ടിലെ കൂട്ടുകാരെ, സാഹിത്യത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾക്ക് വർണ്ണം നൽകുന്ന ഈ മഹനീയമായ വേദിയിൽ നമുക്കും വിജയിക്കാമെന്ന ആശയത്തിൽ ഞാനൊരു കഥ പറയാം. ഒരു സംഭവ കഥ. കാലചക്രത്തെ പിന്നോട്ട് തിരിക്കാം. അധികമൊന്നും വേണ്ട. 70-80 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചെമ്പങ്കടവ് പള്ളിയിലാണ് സംഭവം. അവിടെ ഒരു ദർസുണ്ടായിരുന്നു. നിരവധി കുട്ടികളും ഒരു ഉസ്താദും. കിതാബോത്തിൻ്റെ മനോഹരമായ ശബ്ദങ്ങളാണ് അവിടുത്തെ അന്തരീക്ഷത്തിന് ഭംഗി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ നാട്ടുകാർ ദർസിലെ ഉസ്താദിനും കുട്ടികൾക്കും അതിരറ്റ സ്നേഹവും ബഹുമാനവും നൽകി. രാത്രി സമയങ്ങളിൽ മണ്ണെണ്ണ വിളക്കായിരുന്നു പള്ളിയിൽ പ്രകാശം നൽകിയിരുന്നത്. ആ വെളിച്ചം തന്നെയാണ് രാത്രി ആയാമങ്ങളിൽ മുത്തല്ലിമുകൾക്ക് പഠിക്കാൻ സഹായകരമായിരുന്നത്. രാത്രി 9:30-10 മണിയാവുമ്പോഴേക്കും ആ വിളക്കണിക്കും. പിന്നെ കുട്ടികൾക്ക് ആർക്കും കിതാബ് നോക്കി ഓതാൻ കഴിയുകയില്ല. എങ്കിലും കുറച്ചു കുട്ടികൾ കാണാതെ പഠിച്ച അൽഫിയ, റസാനത്ത്, അസിക്കിയ തുടങ്ങിയ ബൈത്തുകൾ കാണാതെ പഠിച്ച് ലൈറ്റ് അണച്ചാലും അല്പനേരം ചൊല്ലിക്കൊണ്ടിരിക്കും. എന്നാൽ ദർസിലെ ഒരു കുട്ടി ബൈത്തുകൾ മാത്രമല്ല, ഷറഹ് ബൈത്ത് പോലും ഹൃദയസ്ഥമാക്കി ഇരുളുകളെ ഓത്തുകൊണ്ട് വെളിച്ചമാക്കും. ഒരു ദിവസം രാത്രി ഏറെ വൈകിയപ്പോൾ പള്ളിയിലെ ഉസ്താദ് ലൈറ്റ് അണച്ചു പോയി. അന്തരീക്ഷം ഇരുൾ മൂടിയെങ്കിലും കുറച്ചു കുട്ടികൾ കാണാതെ പഠിച്ച ബൈത്തുകൾ ചൊല്ലിക്കൊണ്ടിരുന്നു. അല്പസമയത്തിനു ശേഷം ഒരു കുട്ടി അയച്ച് ബാക്കി എല്ലാവരും ഉറങ്ങാൻ കിടന്നു. അപ്പോഴും ആ കുട്ടി ഇബ്നു മാലിക് തങ്ങളുടെ അൽഫയിലെ ഓരോ വരികളും മിതമായ ശബ്ദത്തിൽ ഈണമിട്ട് പാടുന്നുണ്ട്. കൂടെ ഹിഫ്ളാക്കിയ ഷറഹ് ബൈത്ത് മോതുന്നുണ്ട്. അല്പസമയത്തിന് ശേഷം പള്ളിയിലെ ഉസ്താദ് ബാങ്ക് വിളിക്കാൻ തയ്യാറായപ്പോൾ, ഉസ്താദെ, ഇന്നെന്താ ബാങ്ക് നേരത്തെയാണോ? അല്ല മോനെ, ബാങ്ക് വിളിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോഴാണ് കുട്ടി സമയം നോക്കുന്നത്. നേരം സുബഹിയായിട്ടുണ്ട്. മോനിതുവരെ ഓതുകയായിരുന്നോ? അതെ, സമയം പോയതറിഞ്ഞില്ല. അന്ന് നേരം പുലർന്നപ്പോൾ പള്ളിയിലെ ഉസ്താദ് ഈ സംഭവം നാട്ടുകാരെയൊക്കെ അറിയിച്ചു. ഇതറിഞ്ഞ നാട്ടുകാർ കുട്ടിയുടെ കാര്യത്തിൽ അഭിമാനം പൂണ്ടു. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരെ നേട്ടങ്ങൾ കൈവരിക്കുകയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്യാറുണ്ടല്ലോ. അതുപോലെ ചെമ്മങ്കടവിലെ നാട്ടുകാർ ആ കുട്ടിയെ ആദരിക്കാൻ തീരുമാനിച്ചു. നേരം സുബഹിയോളം മോദി പഠിച്ച കുട്ടിക്ക് ഒരു സമ്മാനം നൽകി. ചെറിയ ചിമ്മിനി വിളക്ക്. അന്ന് മുതൽ വലിയ മണ്ണെണ്ണ വിളക്ക് അണച്ചാലും ചെറിയ ചിമ്മിനി വിളക്കിൻ്റെ വെളിച്ചത്താൽ ആ കുട്ടി ഓതി പഠിച്ചു. ദിനേ ആ പാണ്ഡിത്യം വർദ്ധിച്ചു വന്നു. വലിയൊരു ഉസ്താദായി. നിരവധി ശിഷ്യന്മാർക്ക് ശിഷ്യന്മാരുമായി. കൂട്ടുകാരെ, അധ്വാനിച്ച് പഠിച്ച് ഉന്നതങ്ങളിലെത്തിയ ഈ കുട്ടി ആരാണെന്ന് അറിയണ്ടേ? നമ്മുടെ കേരളത്തിലെ അധിക ഉസ്താദുമാരുടെയും പരമ്പര എത്തിച്ചേരുന്ന ബഹ്റുൽ ഉലൂം ഉസ്താദാണ് ആ മഹാൻ. ഡിയേഴ്സ്, എൻ്റെ കഥ അവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ഈ കഥയിലെ പ്രധാന തീം പറയാം. നമ്മളിൽ പലരും ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണല്ലോ. ഹാർഡ് വർക്കിനോട് കൂടെ ഉസ്താദിനെ പോലെ ഇരുട്ടിൽ പഠിക്കാനും വെളിച്ചൽ മുന്നപ്പോൾ മനപ്പാഠമാക്കി വെക്കുന്ന സ്മാർട്ട് വർക്കും കൂടി ഉണ്ടായാൽ നമ്മുടെ ഗോൾ പെട്ടെന്ന് നേടിയെടുക്കാം. നമുക്കും ഉസ്താദിനെ പോലെ ഇരുട്ടിൽ പഠിക്കാനും വെളിച്ചമുള്ളപ്പോൾ മനപ്പാഠമാക്കി വെക്കാനും നാഥൻ തൗഫീക്ക് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.